മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ധാരണയായെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകളിൽ ഏക്നാഥ് ഷിൻഡെ അസംതൃപ്തനാണെന്നാണ് വിവരം. ഇന്നലെ നടക്കേണ്ട 2 സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഏക്നാഥ് ഷിൻഡെ വിട്ടുനിന്നിരുന്നു. സർക്കാർ രൂപീകരണ ഫോർമുലകൾ ചർച്ച ചെയ്യാൻ നാളെ വീണ്ടും യോഗം ചേർന്നേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരണത്തിനുള്ള മാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടരികെ സീറ്റ് ബിജെപിക്ക് ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഷിൻഡെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ലഡ്കി ബഹിൻ യോജന ഉൾപ്പെടെയുള്ള ഷിൻഡെ സർക്കാരിന്റെ ജനപ്രിയ തീരുമാനങ്ങളും പദ്ധതികളുമാണ് മഹായുതി സഖ്യത്തിന്റെ വമ്പൻ വിജയത്തിന് പിന്നിലെന്നാണ് ശിവസേന നേതാക്കളുടെ വാദം. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുനൽകില്ലെന്ന ബിജെപി ഉറച്ച നിലപാടെടുത്തതോടെ ഒടുവിൽ ഷിൻഡെ വിഭാഗം വഴങ്ങി. അതിനു പിന്നാലെയാണ് മറ്റ് പ്രതിസന്ധി മഹായുതി സഖ്യത്തിന് ഉടലെടുത്തത്. സർക്കാർ രൂപീകരണ ഫോർമുലകൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഫട്നാവിസും ഷിൻഡെയും അജിത് പവാറും ഡൽഹിയിലെത്തി ബിജെപി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. പ്രധാന വകുപ്പുകളിൽ ആഭ്യന്തരവും നഗരവികസനവും ബിജെപിക്ക്, റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകൾ ശിവസേനയ്ക്ക്, ധനവകുപ്പ് എൻസിപിക്ക്, ആഭ്യന്തരമോ നഗരവികസനമോ വേണമെന്ന ഷിൻഡെയുടെ ആവശ്യത്തിന് പകരം കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് പദവി നൽകും. വിലപേശലിന് നിൽക്കാതെ തുടക്കം മുതൽ ബിജെപിക്ക് പിന്തുണ നൽകിയ എൻസിപിയിൽ നിന്നും പ്രഫുൽ പട്ടേലിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും എന്നിങ്ങനെയായിരുന്നു ധാരണ. എന്നാൽ നേതാക്കളെ കണ്ട ശേഷം ഷിൻഡെ വേഗത്തിൽ മുംബൈയിലേക്ക് മടങ്ങി. ഇന്നലെ നടക്കേണ്ട 2 യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നു. നാളെ വീണ്ടും യോഗം ചേരുമെന്നാണ് വിവരം. ഏക്നാഥ് ഷിൻഡെയെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നതും ബിജെപിയെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണ്. നാളെ ചേരുന്ന യോഗത്തിൽ വകുപ്പുകളുടെ വിഭജനത്തിൽ ധാരണയിലെത്തിയാൽ ബിജെപി എംഎൽഎമാരുടെ യോഗം ചേർന്ന നേതാവിനെ തീരുമാനിക്കും. തുടർന്ന് മഹായുതി എംഎൽഎമാരുടെ യോഗത്തിനു ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയാണ് തീരുമാനം. പൊളിറ്റിക്കൽ ഡെസ്ക്, News 18.